ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനും SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. നടിയുടെ പേരിൽ നടന്മാർക്കെതിരെ പരാതി വന്നിരിക്കുന്നത്. നടന്മാരുടെ പേരെല്ലാം വെളിപ്പെടുത്തി നടിയുടെ പേര് വെളിപ്പെടുത്തത്തില്ല. അത് അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിപാലിക്കും. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. പാർട്ട്ണർഷിപ്പാ. ഒരാള് ലൈംഗിക അതിക്രമം നടത്തും, മറ്റൊരാള് ഭീഷണിയുടെ സ്വരവുമായിട്ട് വരും. അല്ലാതെ അവർ രണ്ടുപേരും അത്രക്കാരുള്ളൂ. ഒരാൾ മാന്യനാ, പകുതി മാന്യനാ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പീഡനകഥകൾ വന്നുകൊണ്ടിരുന്നതിനൊരു വിരാമം ഇട്ടുകൊണ്ട് ഒരു ബ്രേക്ക് വന്നുകൊണ്ട് മറ്റു പല വിഷയങ്ങളും വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരം വിഷയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കുതിച്ചു പാഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ തവണ സീരിയൽ ലോകത്തു നിന്നാണ് ഇത്തരത്തിലൊരു ന്യൂസ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആ ന്യൂസ് കണ്ടിട്ട് ബാക്കി ചില സ്പഷ്ടമായ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യ ന്യൂസ് കാണാം. ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനും SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഉയർന്ന പരാതി എന്താണ്? നടപടി എന്താണ്? നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. നടിയുടെ പേരിൽ നടന്മാർക്കെതിരെ പരാതി വന്നിരിക്കുന്നത്. നടന്മാരുടെ പേരെല്ലാം വെളിപ്പെടുത്തി നടിയുടെ പേര് വെളിപ്പെടുത്തത്തില്ല. അത് അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ പരിപാലിക്കണം, കാത്തു സൂക്ഷിക്കണം. പക്ഷെ നടന്മാർക്ക് കുടുംബവും കുട്ടിയും കുന്തവും കുറച്ചക്കറൊന്നുമില്ല. അവരുടെ പേര് എവിടെ വേണമെങ്കിലും പറയാം. ഇപ്പം ഹേമ കമ്മിറ്റിയുടെ ഇതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും നടിമാരെല്ലാം അവർ നടി, പ്രമുഖ നടി, പ്രമുഖ നടൻ അല്ല, പ്രമുഖ നടി, യുവനടി, ഇതൊക്കെയാണ്. നടന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. സിദ്ദിഖി, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എല്ലാം പറയും. അതിന് കുഴപ്പമില്ല കേട്ടോ. പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, നോട്ട് ദാറ്റ് പോയിന്റ് യുവർ ഓണർ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതായത് ഹേമ കമ്മിറ്റിയുടെ ആ കേസ് അന്വേഷിക്കുന്ന അതേ ടീം. ആ കേസ് അന്വേഷിച്ച് എത്ര പേർക്ക് നീതി ലഭിച്ചു എന്ന് നമുക്കറിയാലോ. ആ അതേ ടീമാണ് ഇതും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനും അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. പാർട്ട്ണർഷിപ്പാ. ഒരാള് ലൈംഗിക അതിക്രമം നടത്തും, മറ്റൊരാള് ഭീഷണിയുടെ സ്വരവുമായിട്ട് വരും. അല്ലാതെ അവർ രണ്ടുപേരും അത്രക്കാരുള്ളൂ. ഒരാൾ മാന്യനാ, പകുതി മാന്യനാ. പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ലൈംഗിക ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് 33 കേസ് ഓൾറെഡി SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. 33 കേസ്. അതിൽ എത്ര എണ്ണത്തിൽ ശരിയായി? ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടാക്കി എന്ന സാഹചര്യത്തിൽ ഏത് നടന് ശിക്ഷ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു നടനെതിരെ ഫേക്കായിട്ടുള്ള പരാതി കൊടുത്തു എന്ന നിലയിൽ ഏത് സ്ത്രീക്ക് ശിക്ഷിക്കപ്പെട്ടു എന്ന സാധനമില്ല. ഇത്തരം പരാതികളുണ്ട്. ഇത്രയും പരാതികൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അതാണ് മെയിൻ. ഇത്തരം പരാതികൾ വീണ്ടും വീണ്ടും കൊടുക്കുക. എല്ലാവരും കൊടുക്കുക. 10-90 പരാതികളാക്കുക, 100 റെക്കോർഡ് ഇട്. പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. അല്ല, നമ്മുടെ അവരെ ചേച്ചീനെ അങ്ങോട്ട് ഇറക്കി വിടെ. ചേച്ചി ഇടക്കിടക്ക് ഓരോ നടന്മാരുടെ പേര് പറഞ്ഞതായിരുന്നു. ചേച്ചി ഇപ്പോൾ എല്ലാത്തിൽ നിന്ന് പിന്മാറി. ചേച്ചി ഒരു നല്ല കോമ്പറ്റീഷനായിരുന്നു. ചേച്ചിയോട് ഇടിച്ചു നിൽക്കത്തക്ക കോമ്പറ്റീഷൻ വേറെ ആരും വന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ കൂടുതൽ പരാതികൾ വന്ന് ഇതൊരു 100 എന്ന സ്വർണ്ണ ലിപിയിൽ തട്ടുകയുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത്രയും പരാതി. 33 എനിക്ക് തോന്നുന്നൊരു 31 ചേച്ചിയുടെ ആയിരിക്കണം. സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. വളരെ ഗൗരവതരം തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ? സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീപകാലത്ത്, അതായത് ഇന്നോ ഇന്നലെയോ ഇല്ല, സമീപകാലത്ത് അവർ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ ഇരുന്ന് ആലോചിക്കും,
എന്നെ ലൈംഗികമായിട്ടാണോ അതിക്രമിച്ചത് അതോ അല്ലാത്ത വേറെന്തെങ്കിലും അതിക്രമമായിരുന്നു എന്ന് ഇവർ ആലോചിച്ച് ഒരു പ്രബന്ധമൊക്കെ തയ്യാറാക്കിയിട്ട് ലാസ്റ്റ് ഇതിൻ്റെ നിരൂപണം എത്തും. ലൈംഗികമായി എന്നെ ആക്രമിച്ചു എന്ന നിരൂപണത്തിലെത്തുമ്പോഴാണ് ഇവർ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അന്നേരം തോന്നത്തില്ല, അവർ ലൈംഗികമായി അതിക്രമിക്കുന്ന സമയത്തോ ഭീഷണിപ്പെടുത്തുന്ന സമയത്തോ തോന്നത്തില്ല. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യവശം എന്ന് ചിന്തിക്കുമ്പോഴത്തേനും മറ്റതാണെങ്കിൽ ലൈംഗികമായി ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കി അതിനുശേഷം ഭീഷണിപ്പെടുത്തി നിർത്തുകയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി SP ശ്രീകുമാർ എന്നതാണ്. നമുക്ക് ബിജു സോപാനമാണ് ലൈംഗിക അതിക്രമം നടത്തിയതും ശ്രീകുമാർ SP ആണ് ഭീഷണിപ്പെടുത്തിയതും. ഇത് എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയല്ലോ, ക്ലാരിറ്റി. ഇനിയും മാറ്റി ചോദിക്കരുതാരും. ഇത് പറയാൻ കാരണമുണ്ട്, പറയാം നമുക്കത്. പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, രാഗിനാണ് അപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ബേസിക്കലി നമ്മൾ 2 വശത്തു നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും ഇപ്പോൾ സ്ത്രീയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇത്തരം പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേനും അതിന് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കണം. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഹെൽനോസ് പാർട്ട ഒരു മോർഫ് ചെയ്ത വീഡിയോയുടെ പ്രശ്നമായിട്ട് വന്നിട്ട് എത്ര വർഷം കൊണ്ട് അതിട്ട് ഇഴയ്ക്കാണ്, ഒന്നും നടക്കുന്നില്ല. അതേസമയം സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും ഈ നടനെതിരെ ഇത്തരത്തിലൊരു ആരോപണമായിട്ട് നിൽക്കും. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നില്ല. ഇതിങ്ങനെ വലിച്ചു നീട്ടി പൊക്കോണ്ടിരിക്കും. അതേസമയം പുരുഷൻ നിരപരാധിയാണ് എന്നുള്ള പക്ഷത്തിൽ അദ്ദേഹവും നിരപരാധിയാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ വരുന്നതെന്ന് പറയുന്നത്. ഇതെല്ലാം വൻ കോമഡി എന്ന് പറഞ്ഞാൽ ഇവരുടെ കമൻറ്റ് ബോക്സ് ആട്ടോ. ഒരേ കമൻറ്റ് ബോക്സ് 2 പേരുടെയും, നമ്മുടെ ഈ ശ്രീകുമാറിൻ്റെയും മറ്റേ ചേട്ടൻ്റെയും കമൻറ്റ് ബോക്സിൽ ഒരേപോലത്തെ കമൻറ്റുകളാണ് വരുന്നത്. കേസ് സത്യം എന്തോ ആണ്, കേസ് സത്യം എന്താണോടാ നീ എന്താണടാ. അത് കഴിഞ്ഞിട്ട് അടുത്തത്, അണ്ണാ കമൻറ്റ് ഓഫാക്കാൻ ടൈമായി, ആൾക്കാർ അറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ബിജുവേ നിങ്ങളിൽ ആരാ ഇറക്കടാ, വാർത്ത ഫുള്ളായിട്ട് കാണണം. അതിനകത്ത് പറയുന്നുണ്ട് ബിജുവാണ് ആക്രമിച്ചത്, ശ്രീകുമാർ SP ഭീഷണിപ്പെടുത്തിയത്. ഇനി പറഞ്ഞു തരത്തില്ല, ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആകെ നാണക്കേടായല്ലോ ചേട്ടാ. കൂടെ അഭിനയിക്കുന്നവരോട് തന്നെ വേണോ പരാക്രമം. അതായത് നമ്മളൊരു റോസ്റ്റിംഗ് സ്റ്റൈലിൽ പറഞ്ഞെങ്കിൽ പോലും ഇതിനകത്ത് യാഥാർത്ഥ്യം നമുക്കറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ 2 പേരും കുറ്റ ആരോപിതരാണ്. ഇവർക്കെതിരെ നടന്ന ആരോപണം പ്രൂവ് ചെയ്തിട്ടില്ല. ഈ വന്ന അലിഗേഷൻ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് പോലും നമുക്കറിയത്തില്ല. അതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിൽ മുൻവിധിയോടെ സമീപിക്കുന്നതാണ് ഒരു പ്രശ്നം. ബേസിക്കലി ഇങ്ങനൊരു ആരോപണം വന്നു, ഇത് ശരിയാണെങ്കിൽ തെളിയിക്കട്ടെ, തെറ്റാണെങ്കിൽ തെളിയിക്കട്ടെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എപ്പോൾ തെളിയിക്കും എന്നുള്ളതാണ്. അടുത്തതാണ്ട ഇത് 2ാമത്തെ ആളുടെ ശ്രീകുമാർ SP ആദ്യം നമ്മൾ കണ്ടത് മറ്റേ അദ്ദേഹത്തിൻ്റെ വന്നത്. ശ്രീകുമാർ SP അതിലും അതേ കമൻറ്റ് ബോക്സ് പൂട്ടാൻ സമയമായെന്ന് തോന്നുന്നു. ഉപ്പും മുളകും നായിക നിഷ സാരക് കഴിഞ്ഞ ദിവസമായിരുന്നു അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഒരുപക്ഷെ ഇതുപോലെയുള്ള ഞരമ്പന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഭർത്താവായി ഒരു ആൾ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിച്ചു കാണും. ഇത് എവിടെയോ കേട്ടിട്ടില്ലേ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ഡമ്മി ഹസ്ബൻഡ്. ഷാജി വിഷയം നിങ്ങൾ സ്മരിച്ചോ? ഇനി ഷാജിയുടെ ആരെങ്കിലും ആണോ? നമ്മൾ 2 വശത്തു നിന്ന് ചിന്തിക്കണം. ആദ്യം ഈ പറഞ്ഞ കേസ് ശരിയാണ് എന്നുള്ള പക്ഷത്തിൽ ഇവർ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ ലഭിക്കുകയും വേണം. ഇനി തിരിച്ച് ചിന്തിക്കുമ്പോഴത്തേനും ഈ സാധനം തെറ്റാണെങ്കിൽ ഈ തെറ്റായ ഒരു കേസുകൾ കൊടുക്കാതിരിക്കുക. കാരണം ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ പോലും ആൾക്കാരെ വിശ്വസിക്കാതാവും. ഇപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ വരുമ്പോഴത്തേനും ഒരാൾ ജെനുവിനായിട്ടൊരു ഇത് കൊടുക്കുമ്പോഴത്തേനും അവൾ പകപോക്കാൻ ചെയ്തതാ എന്നുള്ളൊരു അനുമാനത്തിലേക്ക് ആൾക്കാർ എത്താൻ സാധ്യതയുണ്ട്. സോ ജെനുവിനായിട്ടുള്ള ആളുകൾ കേസ് കൊടുക്കുക. കാരണം സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമ സാധ്യതകളുണ്ട്. അത് പല സ്ത്രീകളും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക, അല്ലാതെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനല്ല. നിങ്ങൾ ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ ആർഞ്ഞം പറഞ്ഞ് പൂട്ടുകയും വേണം. പക്ഷേ അത് ലൈംഗിക അതിക്രമം തന്നെ ആയിരിക്കണം. അല്ലാത്തൊരു കാര്യത്തിൽ അവരെ ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ കേസ് ശരിയാണോന്നും അറിയത്തില്ല, ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും മറ്റെല്ലാ കേസുകളും പോലെ ഇതും ഫയലിനകത്ത് തന്നെ ഇരിക്കാതിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.